ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, യേശു എന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നോ, യേശു എന്നൊരു വ്യക്തിയെ ക്രൂശിച്ചോ എന്നുള്ളത്. ചിലർ പറഞ്ഞു യേശു ജീവിച്ചിരുന്നു, പക്ഷേ യേശുവിനെ ക്രൂശിച്ചില്ല, യേശു ക്രൂശിക്കുന്നതിന് മുമ്പ് യേശു രക്ഷപ്പെട്ടു. മറ്റു ചിലർ പറഞ്ഞു യേശു ഭയന്ന് ഓടി വേറെ എവിടെയോ പോയി വിവാഹം കഴിച്ചു, കുട്ടികളും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു. വേറെ കുറേ പേര് വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു പോലുമില്ല. യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ചരിത്രത്തെ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് കുറേ വെള്ളക്കാരെഴുതി വെച്ച പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് കിട്ടിയതല്ല. കൃത്യമായ തെളിവുകൾ ചരിത്രത്തിൽ തന്നെയുണ്ട്. അതിനെ വളച്ചൊടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അന്നും ഇന്നും ഈ പറയുന്ന വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. ഇനി യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരുന്നോ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചോ എന്നതിനെക്കുറിച്ച് പലരും പല വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ചരിത്രപരമായ ചില സത്യങ്ങളിലേക്കും വസ്തുതകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് ഞാൻ കൊണ്ടുപോവുകയാണ്. പ്രധാനമായും ക്രൂശീകരണം എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിൽ AD 1 മുതൽ 100 വരെയുള്ള കാലഘട്ടങ്ങളിൽ കഠിനമായ റോമൻ ശിക്ഷാരീതിയായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട്. ഈ 1-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൽ രാജ്യദ്രോഹികൾക്കും കുറ്റവാളികൾക്കും നൽകിയിരുന്ന ഏറ്റവും സാധാരണമായ വധശിക്ഷയായിരുന്നു ക്രൂശീകരണം. പ്രാണന് വേണ്ടി പെടയുന്ന ആ കുറ്റവാളിയുടെ രൂപം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് ബലം കിട്ടില്ല, അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം അത്രയേറെ ഭയങ്കരവും ഭീരുത്വവും നിറഞ്ഞതായിരുന്നു ആ മരണം. ആ മരണത്തിൻ്റെ ഭീകരത കാരണം ഒരു വ്യക്തിയും റോമൻ ഭരണകൂടത്തോട് പോരാടാനോ മത്സരിക്കാനോ തയ്യാറാവില്ല. യേശുക്രിസ്തുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം യേശു യഹൂദൻ്റെ രാജാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു. അക്കാലത്ത് റോമൻ ഭരണാധികാരിയായ കൈസർ പ്രഖ്യാപിച്ചിരിക്കുന്ന താനാണ് ലോകത്തിൻ്റെ രാജാവ്, താനാണ് ദൈവം. അതിനെതിരെ ആര് ശബ്ദിച്ചാലും, ആര് എതിർത്താലും, ആര് സ്വയം രാജാവാക്കിയാലും അവരെ ക്രൂശിച്ചു കൊല്ലുക എന്നുള്ളത് റോമൻ ശിക്ഷാ നിയമമായിരുന്നു, റോമൻ ശിക്ഷാ രീതിയും കൂടെയായിരുന്നു. ജൂതന്മാരും യേശുവിൻ്റെ മേൽ ആരോപിച്ചതും യേശു സ്വയം രാജാവായി പ്രഖ്യാപിച്ചു, കൈസറല്ലാതെ വേറൊരു രാജാവ് ഞങ്ങൾക്കില്ല എന്നുള്ളതായിരുന്നു യഹൂദന്മാർ മുമ്പോട്ട് വെച്ചതായ കുറ്റം. അപ്പോൾ ക്രൂശീകരണം ചരിത്രപരമായൊരു സത്യമാണെന്ന് ഇനി തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് യേശു ക്രൂശിക്കപ്പെട്ടിരുന്നോ എന്നുള്ളതാണ്. അക്കാലത്ത് ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിൻ്റെ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചില ചരിത്രകാരന്മാരുടെ എഴുത്തുകളെ നമുക്ക് സാക്ഷ്യത്തിന് വേണ്ടി കൊണ്ടുവരാം. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന റോമൻ യഹൂദ ചരിത്രകാരന്മാർ ക്രൂശീകരണത്തെക്കുറിച്ചും പ്രത്യേകിച്ച് യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ ക്രൂശീകരണത്തെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. കൊർന്നല്യോസ് ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു റോമൻ ചരിത്രകാരൻ AD 116 അന്നാൾസ് എന്ന് പറഞ്ഞൊരു കൃതിയിൽ തിബെരിയോസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് പന്തിയോസ് പീലാത്തോസ് എന്നൊരു ഗവർണർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വധിച്ചുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ജൂതന്മാരുടെ തന്നെ ഒരു ചരിത്രകാരനുണ്ട്, ഫ്ലാവിയസ് ജോസിഫസ് എന്ന് പറയും. അദ്ദേഹം 1-ാം നൂറ്റാണ്ടിലെ പ്രമുഖനായ ഒരു യഹൂദ ചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന ഗ്രന്ഥത്തിൽ യേശു എന്ന വ്യക്തിയെ പീലാത്തോസ് ക്രൂശിച്ചു കൊല്ലാൻ വിധിച്ചു എന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഗ്രീക്ക് എഴുത്തുകാരനായിരുന്ന ലൂസിയൻ അദ്ദേഹം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അവിടെ 2-ാം നൂറ്റാണ്ടിൽ ഒരു ഗ്രീക്ക് എഴുത്തുകാരനായിരുന്ന ഇദ്ദേഹം ക്രിസ്ത്യാനികൾ പലസ്തീനിൽ ക്രൂശിക്കപ്പെട്ട ഒരാളെയാണ് ആരാധിച്ചിരുന്നതെന്ന് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്തൊരു കാര്യത്തെ പരിഹസിക്കേണ്ട ആവശ്യം ആർക്കുമില്ല. പേര് പോലും വ്യക്തമായൊരു വ്യക്തി ക്രൂശിക്കപ്പെട്ടു എന്ന് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ, അത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ അതിൽ വസ്തുതയില്ലായ്മയില്ല. യേശുവിനെ ക്രൂശിച്ചു കൊന്ന യഹൂദന്മാർ അവർക്കൊരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്, ബാബിലോണിയൻ തൽമൂദ്. അതിൽ പോലും പെസഹ പെരുന്നാളിൻ്റെ തലേനാൾ യേശു എന്ന മശിഹായെ സ്വയം പ്രഖ്യാപിച്ച് മശിഹായെ
ക്രൂശിച്ചു കൊന്നു, തൂക്കിക്കൊന്നു എന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേദപുസ്തകത്തിൻ്റെ അകത്തേക്ക്, ബൈബിളിൻ്റെ അകത്തേക്ക് വന്നാൽ ആ ബൈബിളിൻ്റെ അകത്ത് 4 സുവിശേഷങ്ങൾ, ആ സുവിശേഷങ്ങൾക്കകത്ത് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പേരും അസന്നിഗ്ധമായി ഒന്നിച്ച് ഒരേ സ്വരത്തോടെ ഐക്യകണ്ഠേന പറഞ്ഞു യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, യേശു ക്രൂശിൽ മരിച്ചു എന്ന്. ഒരു പ്രസിദ്ധനായ ചരിത്രകാരനുണ്ട്, ജോൺ ഡൊമിനിക് ക്രോസൻ. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ക്രൂശീകരണം എന്നത് 1-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ്. യേശു ക്രൂശിക്കപ്പെട്ടു എന്നത് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു എന്നതുപോലെ തന്നെ ചരിത്രപരമായി സത്യമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയും ധാരാളം തെളിവുകൾ ലഭ്യമാണ്. യുക്തിപരമായി ചിന്തിച്ചാലൊക്കെ വ്യക്തമാക്കാൻ കഴിയുന്ന നല്ല തെളിവുകളുണ്ട്. അതിലേക്ക് കിടക്കുന്നില്ല. ഇത് അത്യാവശ്യം നമുക്ക് വിശ്വസനീയമാണ് എന്നുള്ളതുകൊണ്ട് ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.